മതം മാറി വന്നാലേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറേ ആളുകൾ പ്രേമിക്കുന്ന സമയത്ത് അതിനുശേഷം അവർ ഒന്നിക്കുമ്പോൾ ഇവർ മതം മാറുന്നില്ല. അതായത് പെൺകുട്ടി ഏത് മതമാണോ ആ മതത്തിൽ തന്നെ വിശ്വസിക്കുന്നു, ജീവിക്കുന്നു. ആൺകുട്ടി ഏതാണോ അതിൽ തന്നെ വിശ്വസിക്കുന്നു, ജീവിക്കുന്നു. പക്ഷേ ഇത് ക്രിസ്ത്യാനിറ്റിയിൽ ഇത് പോസിബിൾ ആണോ? ആഹ് ഒരു 99% പോസിബിൾ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യമേ തന്നെ എതിർപ്പുണ്ടാവും. കാരണം അന്യമതസ്ഥ വിഗ്രഹാരാധന ചെയ്യുന്ന ഒരു സ്ത്രീ പെൺകുട്ടി അവളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം ഇവരുടെ എല്ലാ സിസ്റ്റത്തിനോടും വളരെ വ്യത്യാസമുള്ളൊരു വിശ്വാസ രീതി, മണിയടി ശബ്ദം, സാമ്പ്രാണിത്തിരി, രൂപങ്ങൾ, അങ്ങനെ ഒരു പൂജാമുറി, ഈ ഒരു സിസ്റ്റം ഇല്ലാത്ത മറ്റൊരു മത വിശ്വാസി അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്. ചിലപ്പോൾ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ വേറെ വീടെടുത്ത് താമസിക്കാൻ പറയുന്ന ആളുകളുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഈ പരിപാടി നടക്കില്ല, നിനക്ക് വേണമെങ്കിൽ നീ വേറെ വീടെടുത്ത് വെച്ചോ എന്ന് പറയും. ഒരുമിച്ച് താമസിക്കുന്ന ചിലപ്പോൾ ചില അച്ഛനും അമ്മയൊക്കെ ഇച്ചിരി മോഡേൺ സിവിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിൽ, ലോകത്തെ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർ നല്ല രീതിയിൽ ചിന്തിക്കും. അപ്പോൾ അവർക്കിപ്പം റിലേഷൻഷിപ്പിനെ അവർ അല്ലെങ്കിൽ ലവിനെ അല്ലെങ്കിൽ സ്നേഹത്തെ, കെയറിനെ അവർ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ റിലീജിയനെ താഴെ വെച്ചിട്ട് ഇതിനെ എടുത്ത് മുകളിൽ വെക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ബ്രോ, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലായിരിക്കും വിടുക? ഞാൻ നിരീശ്വരവാദിയാണ്, ശരിയാണ്. അപ്പോൾ എൻ്റെ കുട്ടി നിരീശ്വരവാദത്തിലോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കില്ല. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഞാൻ വിശ്വസിച്ചതെല്ലാം ശരിയാവണമെന്ന് എനിക്ക് എപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതായത് ഞാൻ വിശ്വസിച്ചത് മാത്രമാണ് ശരിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ കുട്ടിക്ക് ചോയ്സ് ഉണ്ട്. അവൻ ജനിച്ചു വീഴുമ്പം നിരീശ്വരവാദിയാണ്. അവൻ വളർന്നു വരുമ്പം നിരീശ്വരവാദിയായി തുടരണമെന്നോ മതവിശ്വാസിയായിട്ട് മാറണമെന്നോ അവന് തീരുമാനിക്കാം.